ആകാശവാണി. യുവതലമുറയ്ക്കും ഏറെ വെല്ലുവിളിയാകുന്ന ലഹരി ഉപയോഗത്തെ നേരിടാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റിലേക്ക് സ്വാഗതം. വികസനത്തിന്റെ പാതയിൽ മുന്നേറുന്ന രാജ്യത്തിന്റെ ചാലക ശക്തിയാണ് നമ്മുടെ ആരോഗ്യമുള്ള യുവതലമുറ. എന്നാൽ രാജ്യത്തിന്റെ ഭാവിക്കായി നിലനിൽക്കുന്ന യുവതലമുറ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, നൈപുണ്യ വികസനം, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി എല്ലാ മേഖലകളിലും നാം മുന്നേറുമ്പോഴും യുവാക്കളെ ഇല്ലാതാക്കുന്ന ഒരു പ്രധാന വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ലഹരി ഉപയോഗം. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ മാത്രമല്ല, സാമൂഹ്യ സാമ്പത്തിക ജീവിതത്തെയും നശിപ്പിക്കാൻ ശേഷിയുള്ള വിപത്താണ് ലഹരി. വ്യക്തികളുടെയും രാജ്യത്തിന്റെയും ഉയർച്ചയ്ക്ക് വിലങ്ങ് തടിയായി നിൽക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന്. ലഹരിക്ക് അടിമപ്പെട്ട ജനത ക്രൂരകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതും സാമൂഹിക വിപത്തായി മാറുകയാണ്. ഒരു വ്യക്തിയുടെ സാമ്പത്തിക സാമൂഹിക പശ്ചാത്തലം ഏറെക്കുറെ അയാളുടെ ജീവിത രീതിയെയും ലഹരി ഉപയോഗം പോലുള്ള വഴികളിലേക്ക് തിരിയാനുമുള്ള കാരണമാകുന്നു. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം വികസ്വര അവികസിത രാജ്യങ്ങളിൽ ഓരോ വർഷവും ലഹരി ഉപയോഗം കൂടി വരുന്നതായും വികസിത രാജ്യങ്ങളിൽ കുറഞ്ഞു വരുന്നതായും കാണുന്നു. അതായത് സാമ്പത്തിക സാമൂഹിക പശ്ചാത്തലം വലിയ പങ്ക് വഹിക്കുന്നു എന്ന് സാരം. രാജ്യത്തിന്റെ വികസനത്തിനും യുവതയുടെ ഭാവിക്കും തടസ്സം നിൽക്കുന്ന ഈ ലഹരിയെ ഉന്മൂലനം ചെയ്യാനാണ് 2020 ഓഗസ്റ്റ് 15 കേന്ദ്ര സർക്കാർ നശാ മുക്ത് ഭാരത് അഭിയാന് രൂപം നൽകിയത്. ലഹരി ഉപയോഗം രാജ്യത്തെ യുവാക്കളുടെ ഭാവി നശിപ്പിക്കുക മാത്രമല്ല, രാജ്യസുരക്ഷയെ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിലേക്ക്. हमें देश की भावी पीढ़ियों को बचाना है तो उन्हें ड्रग्स से दूर रखना ही होगा. इसी सोच के साथ 15 अगस्त 2020 को नशा मुक्त भारत अभियान की शुरुआत की गई थी. इस अभियान से 11 करोड़ से ज्यादा लोगों को जोड़ा गया है. नशे की लत न सिर्फ परिवार बल्कि पूरे समाज के लिए बड़ी परेशानी बन जाती है. ऐसे में यह खतरा हमेशा के लिए खत्म हो, इसके लिए जरूरी है कि हम सब एकजुट होकर इस दिशा में आगे बढ़े. മയക്കുമരുന്നിനെതിരെയുള്ള പ്രതിരോധം, ചികിത്സ, ബോധവൽക്കരണം, പുനരധിവാസം എന്നിവയാണ് നശാമുക്ത് ഭാരത് അഭിയാന്റെ പ്രധാന ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ 272 ദുർബല ജില്ലകളെ ലക്ഷ്യമിട്ട പദ്ധതി പിന്നീട് 11.20 കോടിയിലധികം വ്യക്തികളിലേക്കെത്തി. സമഗ്ര ദേശീയ സർവേയിൽ നിന്നുള്ള കണ്ടെത്തലുകളുടെയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നൽകിയ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ ജില്ലകളെ തിരിച്ചറിഞ്ഞത്. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം നടത്തിയ ദേശീയ സമഗ്ര സർവേ പ്രകാരം രാജ്യത്ത് 60 ദശലക്ഷത്തിലധികം പേർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായും ഇതിൽ വലിയൊരു വിഭാഗം 10നും 17നും വയസ്സിനിടയിലുള്ളവരാണെന്നും പറയുന്നു. രാജ്യത്തുടനീളമുള്ള 500-ലധികം സന്നദ്ധ സംഘടനകളുടെ പങ്കാളിത്തത്തോടെയാണ് നശാ മുക്ത് ഭാരത് അഭിയാൻ പ്രവർത്തിക്കുന്നത്. ജനങ്ങളുടെയും പോലീസിന്റെയും എക്സൈസിന്റെയും ഉൾപ്പെടെ സഹകരണത്തോടെ ലഹരിയെ ഉന്മൂലനം ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ലഹരിയുടെ ഉപയോഗം രാജ്യത്തിന്റെ സാമൂഹിക ഘടനയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന നശാ മുക്ത് ഭാരത് അഭിയാന്റെ 5ാം വാർഷിക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്നിനോടുള്ള ആസക്തി വ്യക്തിയുടെ ആരോഗ്യത്തെ മാത്രമല്ല, കുടുംബങ്ങളെയും സമൂഹത്തെയും തകർക്കുമെന്നും ശ്രീ വീരേന്ദ്രകുമാർ വ്യക്തമാക്കി. വികസിത ഭാരതത്തിന് ലഹരിമുക്ത യുവത എന്ന പ്രമേയത്തെ ആസ്പദമാക്കി അടുത്തിടെ ഉത്തർപ്രദേശിലെ വാരാണസിയിൽ സംഘടിപ്പിച്ച യുവ ആത്മീയ ഉച്ചകോടി ദേശീയ ശ്രദ്ധ നേടിയിരുന്നു. വികസന യാത്രയിലെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ യുവജനങ്ങൾ ആസക്തിയിൽ നിന്ന് മുക്തമാകേണ്ടതുണ്ടെന്ന് പരിപാടിയെ അഭിസംബോധന ചെയ്ത കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അഭിപ്രായപ്പെട്ടു.
हमें हमारे देश को विकसित भारत के स्वप्न को साकार करने के लिए हमें युवा फॉर नशा मुक्त विकसित भारत बनाना है। आज कई देश एडिक्शन के हिसाब से कैसी उसकी बर्बादी हुई है देखा है। हमें हमारे देश को इस बर्बादी से बचाना है, लेकिन उसकी जिम्मेवारी मोदी जी युवाओं को देना चाहते हैं। युवाओं जिम्मेवारी का निर्वहन करे। दोस्तों, जब युवा संकल्प करता है तब रिवॉल्यूशन होता है। കേരളത്തിലും ലഹരി ഉപയോഗം തടയാൻ വിപുലമായ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ലഹരി മുക്ത കേരളം എന്നാൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഇതിലൂടെ ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ലഹരിക്ക് അടിമകളായവരെ മോചിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ ലക്ഷ്യം നടപ്പിലാക്കാൻ നിരവധി പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിൽ നടക്കുന്നുണ്ട്. ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും വിതരണവും തടയാൻ കൃത്യമായ ജാഗ്രതയോടെയുള്ള പരിപാടികളാണ് നടത്തിവരുന്നത്. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ PL ഷിബു ലഹരി വർജന മിഷൻ വിമുക്തി പദ്ധതിയുടെ കീഴിൽ നമ്മുടെ വിദ്യാലയങ്ങൾ ലഹരി മുക്തമാക്കുന്നതിലേക്ക് വേണ്ടി എല്ലാ സ്കൂളുകളിലും വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റും അംഗങ്ങളായ ലഹരി വിരുദ്ധ ക്ലബ്ബുകളും കോളേജ് ക്യാമ്പസുകളിൽ നേർക്കൂട്ടം കമ്മിറ്റികളും കോളേജ് ഹോസ്റ്റലുകളിൽ ശ്രദ്ധാ കമ്മിറ്റിയും രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതുകൂടാതെ ഈ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ബാല്യം അമൂല്യം പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുത്ത LP സ്കൂളുകളിൽ മഞ്ചാടി ക്ലബ്ബുകൾ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട്. കുട്ടികളിലെ കായിക മേഖലയിലുള്ള കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഉണർവ് പദ്ധതിയും നടപ്പിലാക്കി വരുന്നുണ്ട്. അതായത് തിരഞ്ഞെടുത്ത സ്കൂളുകളിൽ കായികോപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുക, ഗ്രൗണ്ടുകൾ അവർക്ക് കളിക്കുന്നതിലേക്ക് വേണ്ടി സജ്ജീകരിച്ചു കൊടുക്കുക, ഇത്തരം പ്രവർത്തനങ്ങളും ഉണർവ് പദ്ധതിയുടെ ഭാഗമായി നടത്തി വരുന്നുണ്ട്. തൊഴിലാണെന്റെ ലഹരി എന്ന പദ്ധതിയുടെ ഭാഗമായി തീരദേശ മേഖലകളിലും അതുപോലെ തന്നെ ഈ മലയോര മേഖലകളിലും തെരഞ്ഞെടുത്ത സെറ്റിൽമെന്റുകളിലും സ്ഥലങ്ങളിലും സൗജന്യ PSC കോച്ചിങ് പോലെയുള്ള തൊഴിൽ പരിശീലന പരിപാടികളും നമ്മൾ നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ ലഹരി വസ്തുവിന് അടിമയായ ഒരാൾ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തിയെയല്ല, അയാളെ ചികിത്സിക്കണം. കേരളത്തിലെ 14 ജില്ലകളിലും ആരോഗ്യവകുപ്പിന്റെ സഹായത്തോടു കൂടി ഡി അഡിക്ഷൻ സെന്ററുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവിടുത്തെ ചികിത്സ തികച്ചും സൗജന്യമാണ്. ഇത് കൂടാതെ കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് കൗൺസിലിംഗ് നൽകി വരുന്നുണ്ട്. ഓൺലൈൻ കൗൺസിലിംഗ് നൽകി വരുന്നുണ്ട്. ഏതെങ്കിലും വീടുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്തോ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരുടെ വീടുകളിലെത്തി കൗൺസിലിംഗ് നൽകുന്ന സംവിധാനവും എക്സൈസ് വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. ലഹരി മുക്ത കേരളത്തിന്റെ ഭാഗമായി വിമുക്തി ക്ലബ്ബുകൾ, സ്കൂൾ, കോളേജ് തലങ്ങളിൽ ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ എന്നിവ രൂപീകരിച്ച് ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നു. കുടുംബശ്രീ, റെസിഡൻസ് അസോസിയേഷനുകൾ തുടങ്ങിയവർ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരുന്നു. എക്സൈസ്, പോലീസ്, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകൾ ഇതിനായി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ലഹരിക്കെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറുമായ സാബു വിശദീകരിക്കുന്നു. നമ്മുടെ സ്കൂളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ വിമുക്തിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ കൂടി സഹകരണത്തോടു കൂടിയാണ്. വിമുക്തി പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ സ്കൂളിൽ നിരന്തരം എക്സൈസ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ സന്ദർശിക്കുകയും കുട്ടികളിൽ ലഹരിയുടെ ഉപയോഗത്തിന് സാധ്യതയുള്ള കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വ്യക്തിഗതമായ കൗൺസിലിംഗ് ക്ലാസുകൾ ധാരാളം സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ ദൂഷ്യങ്ങളെക്കുറിച്ചും ലഹരി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും കുട്ടികളിൽ അവബോധം ഉണ്ടാക്കുന്നതിന് വ്യക്തിഗതമായ കൗൺസിലിംഗ് ക്ലാസ് കൂടാതെ തന്നെ പൊതുവായ ബോധവൽക്കരണ ക്ലാസുകളും കൗൺസിലിംഗ് ക്ലാസുകളും സംഘടിപ്പിക്കാൻ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിലും നമ്മുടെ സ്കൂളിലെ തന്നെ അധ്യാപകരുടെ നേതൃത്വത്തിലും വിവിധ പരിപാടികൾ നടത്തി വരുന്നു. അതുകൂടാതെ കുട്ടികളിൽ ഇതിനെതിരെയുള്ള അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ചിത്രരചനാ മത്സരങ്ങളും അതുപോലെ കഥാകവിത ഉപന്യാസരചനാ മത്സരങ്ങളും ഒക്കെ കൃത്യമായി നടത്തുകയും ആ കുട്ടികളിൽ ഇതിനെതിരെയുള്ള ഒരു ചിന്ത ഉണ്ടാക്കുന്നതിന് വേണ്ട പരിശ്രമം നടത്തി വരികയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഓർമ്മയുണ്ട്, വിമുക്തി പദ്ധതിയുടെ ഭാഗമായി നടത്തിയ ലഹരിക്കെതിരെ ഒരു ചിത്രമതിൽ എന്ന ഒരു പരിപാടി ജില്ലാതലത്തിൽ നടത്തിയ പരിപാടിയിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ ചിത്രമതിലിനാണ് ഏറ്റവും മികച്ച വിദ്യാലയം എന്ന വിമുക്തിയുടെ പുരസ്കാരം നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇതുകൂടാതെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ നേതൃത്വത്തിൽ ഈ എക്സൈസ് വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പരിസരത്തുള്ള കരിക്കിയംകുന്ന് എന്ന് പറയുന്ന ഒരു ഗ്രാമം, ഒരു
ഒരു പ്രദേശത്ത് വീടുകളിൽ നമ്മൾ നിരന്തരം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വീട് തോറും കയറി ഇറങ്ങി നൽകുകയും ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായി അവിടെ ഒരു തരത്തിലുള്ള ഒരു ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം നടത്താൻ നമുക്ക് കഴിഞ്ഞു. അതിനെ തുടർന്നുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ പൊതുസമൂഹത്തിലേക്ക് കൂടി എത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്തു വരികയാണ്. ഇതിനെല്ലാം പുറമെ കുട്ടികളും അധ്യാപകരും അതുപോലെ PTA-യുമായി സഹകരിച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് ലഹരിക്കെതിരെ ഒരു ഹ്രസ്വ ചലച്ചിത്രം തയ്യാറാക്കി പുറത്തിറക്കി. തമസോമ എന്ന പേരിൽ തയ്യാറാക്കിയ ഹ്രസ്വ ചലച്ചിത്രം ഇതിനോടകം തന്നെ വിവിധ തലങ്ങളിൽ ശ്രദ്ധ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1-2 ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലുകളൊക്കെ സമ്മാനവും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചു. അതുപോലെ സമൂഹത്തിൻ്റെ ആ ബോധവൽക്കരണം നടത്തുന്നതിൻ്റെ ഭാഗമായി ഒരു തെരുവ് നാടകവും ഞങ്ങൾ പ്ലാൻ ചെയ്തു വരുന്നു. അതിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ സ്കൂൾ. മറ്റ് സ്കൂളുകളിലും അതുപോലെ പൊതു ഇടങ്ങളിലുമൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇതിന് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും സ്കൂളിൻ്റെ PTA-യുടെ ഭാഗത്തു നിന്നും മറ്റ് അധ്യാപകരുടെയും പൊതുസമൂഹത്തിൻ്റെയൊക്കെ ഭാഗത്തു നിന്നും നല്ല ഒരു സഹകരണവും അംഗീകാരവുമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടുപിടിച്ച് കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധനകളാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. പൊതുജനങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് സംബന്ധിച്ച വിവരങ്ങൾ സ്വീകരിച്ച് നടപടികൾ കൈക്കൊള്ളുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആന്റി നർക്കോട്ടിക് കൺട്രോൾ റൂമും സജ്ജമാണ്. 9497927797 എന്ന നമ്പറിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറാവുന്നതാണ്. വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. ഇതിനു പുറമെ ക്രമസമാധാന വിഭാഗം ADGP-യുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സംസ്ഥാന തലത്തിൽ ആന്റി നർക്കോട്ടിക്സ് ഇന്റലിജൻസ് സെല്ലും NDPS കോർഡിനേഷൻ സെല്ലും റേഞ്ച് അടിസ്ഥാനത്തിൽ ആന്റി നർക്കോട്ടിക്സ് ഇന്റലിജൻസ് സെല്ലും പ്രവർത്തിക്കുന്നുണ്ട്. ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ ഭരണകൂടത്തോടൊപ്പം അണിനിരക്കുക എന്നത് പൗരൻ എന്ന നിലയിൽ നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. ജീവിതം തന്നെ ലഹരിയാക്കി രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളായി വരും തലമുറയെ നമുക്ക് കാത്തുസൂക്ഷിക്കാം. നിങ്ങൾ കേട്ടത് യുവതലമുറയ്ക്കും ഏറെ വെല്ലുവിളിയാകുന്ന ലഹരി ഉപയോഗത്തെ നേരിടാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ്. ഏകോപനം ലെമി G. നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സോഫിയ ഡാനിയൽ.